ABS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. സമാന്തര മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി മാസ് കോളേജ്, സഫ എംപോറിയം, മേലാറ്റൂർ റോഡ്, പാണ്ടിക്കാട്. ഏറ്റവും ബഹുമാന്യയായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ എൻ്റെ പ്രിയ സഹോദരി ബുഷ്ര, വളരെ ആകർഷകമായാണ് മഹിളാ കോൺഗ്രസിൻ്റെ പാണ്ടിക്കാട് മണ്ഡലത്തിലെ പ്രധാന പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇന്ത്യയിൽ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് വർഗീയത മാത്രം ഊട്ടി വളർത്തി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഇന്ധന വിലവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ജനജാഗരൺ അഭിയാൻ പദയാത്രയ്ക്ക് നമ്മുടെ ജില്ലയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേതൃത്വം നൽകുന്നത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടി വിജയിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായി ഈ ജാഥയെ വരവേൽക്കാൻ വേണ്ടിയും അതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പഞ്ചായത്തിലേക്ക് ഈ ജാഥ കടന്നു വരുമ്പോൾ ഇവിടെയുള്ള പങ്കാളിത്തത്തിൽ എത്രത്തോളം വനിതകളുടെ പങ്കാളിത്തം ഊട്ടി ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ ജാതിയുടെ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് അത് താഴെ തട്ടിലേക്ക് എത്തിച്ച് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് 10 മഹിളകളെയെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 10 എന്നുള്ളത് ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ്. പരമാവധി പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതിനൊന്നും വേണ്ടുന്ന ഒരു അവസരമല്ല ഇത്. കേന്ദ്രത്തിൽ ജനങ്ങളെ മുഴുവൻ മറന്നുകൊണ്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുന്നു. കേരളത്തിലാണെങ്കിൽ അതിന് 10 മടങ്ങ് ജനവിരുദ്ധമായ നടപടികൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പോലും രക്ഷയില്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. മഹിളകളുടെ രക്ഷയ്ക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ഗവൺമെന്റിനെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് മഹിളകളെ പീഡിപ്പിക്കുന്നവർക്കും അവർക്ക് ദോഷമുണ്ടാക്കുന്നവർക്കും സംരക്ഷണ കവചമൊരുക്കുന്ന ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. മോഫിയ പ്രവീണിന്റെ ദുഃഖകരമായ കഥ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഭർത്താവിനോടൊപ്പം പോകാനുള്ള പ്രയാസം പങ്കുവെച്ചുകൊണ്ട് ഭർത്താവിന്റെ പീഡനവും ഭർത്തൃ കുടുംബത്തിലെ പീഡനവും ശാരീരിക പീഡനവും മാനസിക പീഡനവും എല്ലാം പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു അഭയത്തിന് വേണ്ടി കയറി ചെന്ന മകളെയും പിതാവിനെയും അപമാനിച്ചിറക്കി വിട്ട് നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഒരു രക്ഷയുമില്ല എന്നുള്ള തോന്നൽ ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് 23-കാരിയായ മോഫിയ പർവീൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. തന്റെ അനുഭവങ്ങൾ ഒരു കുറിപ്പിലൂടെ പങ്കുവെച്ചുകൊണ്ട് തന്റെ മരണത്തിന് കാരണമായ മാനസികമായ സാഹചര്യങ്ങൾ ഒരുക്കിയവരെ ശിക്ഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ പെൺകുട്ടി നമ്മളോട് വിട പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിരുന്ന സാഹചര്യം ഗവൺമെന്റ് പൂർണ്ണമായും ആ സാഹചര്യത്തിൽ ഏറ്റവും ഈ കുട്ടിയോട് മോശമായി പെരുമാറിയ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ മാർസിസ്റ്റുകാരനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം, ഒരു ആത്മഹത്യാ പ്രേരണയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കിൾ ഇൻസ്പെക്ടർ നിക്ഷിപ്തമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ നൽകിക്കൊണ്ട് ഈ ട്രാൻസ്ഫർ നൽകിയത് ഒരു ശിക്ഷ
ശിക്ഷയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം കേരളത്തിലെ പോലീസും അതിനുവേണ്ടുന്ന പിന്തുണയുമായി കേരള ഗവൺമെന്റും നിൽക്കുമ്പോഴാണ് നമ്മളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മെമ്പർ സാദത്ത് MLA, നമ്മുടെ ബെന്നി ബെഹനാൻ MLA, ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ പെൺകുട്ടിയുടെ ആത്മാവിന് നീതി ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരവുമായി രംഗത്തിറങ്ങുകയും 10,000-കണക്കിന് ജനങ്ങളുടെ പിന്തുണയാർജിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയാർജിച്ചുകൊണ്ട് ആ സമരം വിജയകരമായി സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും എല്ലാം നമുക്കറിയാം. ഇന്നിപ്പോ തിരുവല്ലയിൽ നിന്നും വേറൊരു കേസ് വന്നിരിക്കുകയാണ്. ഒരു മാർക്സിസ്റ്റുകാരിയായ യുവതിയെ പീഡിപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ പീഡനത്തിനിരയായ പാർട്ടി അന്നത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിന് ഉത്തരവാദികളായ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി പീഡിപ്പിക്കപ്പെട്ട കുട്ടിയെ അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഈ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞത് പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും യുവതികൾക്കുമെല്ലാം നമ്മുടെ നാട്ടിൽ രക്ഷയില്ലാത്തൊരു സാഹചര്യം ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായി ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ KPCC പ്രസിഡന്റ് ജാഥയുമായി നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വരുന്നത്. 10,000-കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ആ ജാഥ വൻ വിജയമാക്കി മാറ്റുമ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ബുഷ്രയുടെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ശക്തമായ നേതൃത്വമുള്ള പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മഹിളാ നേതൃത്വം വലിയൊരു പങ്കാളിത്തം ഈ ജാഥയിൽ ഉണ്ടാക്കുക എന്നുള്ള ഈ യോഗത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ആത്മാർത്ഥമായി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ജയ് ഭാരത്. പ്രിയപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബുഷ്ര, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയനും ബഹുമാന്യനുമായ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നേതാവ് പി സുധാകരൻ അവർ, മുൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഷഹർബാനു, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ദീർഘമായി സംസാരിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ എല്ലാവരും കൂടെ സംസാരിച്ചു. KPCC ജനറൽ സെക്രട്ടറി സംസാരിച്ചു പോയി. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും അടുത്ത ദിവസം നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് നടക്കുന്ന KPCC പ്രസിഡന്റ് നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കണം. നമ്മുടെ നാട്ടിലെ പലപ്പോഴും കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും KPCCയുടെ ഒരു പ്രസിഡന്റ് വന്ന് നേരിട്ട് ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് അത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ മഹിളകൾക്ക് മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും മുൻകാലത്തൊന്നും ലഭിക്കാത്ത ഒരു സന്ദർഭമാണ് കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പരിപാടി വിജയകരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും, ഇന്ന് വന്നവരും ഇന്ന് വരാത്തവരും, ഇനി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പാർട്ടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകളാണ്. എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബുഷ്രയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി എല്ലാ വാർഡിലും മഹിളാ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് മുമ്പ് നമ്മൾ 2007 കാലഘട്ടത്തിലാണ് ആദ്യമായി, അതിനു മുമ്പ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിലും 2007-2008 കാലഘട്ടത്തിലാണ് മഹിളാ കോൺഗ്രസിൻ്റെ അന്നത്തെ സമ്മേളനത്തിൽ ബഹുമാനായ സുധാകരൻ പങ്കെടുക്കുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ സമ്മേളനങ്ങൾ പാണ്ടിക്കാട് നടത്തുകയുണ്ടായി. ഇടക്കാലത്ത് നമ്മുടെ പാർട്ടിക്ക് വന്ന ക്ഷീണം പരിഹരിക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ നമ്മുടെ സമ്മേളനങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം പിന്നീട് നമുക്ക് ഇടക്കാലത്ത് ചെറിയ മന്ദിഭാവം പോഷക സംഘടനകൾ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മുടെ പോഷക സംഘടനകളെല്ലാം ശക്തിപ്പെടുത്തണം. മഹിളാ കോൺഗ്രസിന് നല്ല പ്രവർത്തകരും നേതാക്കന്മാരുമുണ്ട്. അതുകൊണ്ട് ഈ
അടുത്ത ഒരു പരിപാടിയാകുമ്പോഴേക്കും മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്ന് നമ്മൾ സംഘടിപ്പിച്ചതുപോലെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിലോ പ്ലസന്റ് ഓഡിറ്റോറിയത്തിലോ ഒക്കെ മഹിളകളെ ഒരു 250-300 കുറയാത്ത മഹിളകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ മിക്ക മഹിളാ നേതാക്കന്മാരെയും നമുക്ക് ക്ഷണിക്കണം. അതുപോലെ നമ്മുടെ പാർട്ടി നേതാക്കളെ ക്ഷണിക്കണം. അപ്പോൾ നമ്മുടെ ഈ പാർട്ടിക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന പാണ്ടിക്കാട് പഞ്ചായത്തിലെ നല്ല വനിതാ നേതാക്കന്മാരുള്ളൊരു പാർട്ടിയാണ് നമ്മളത്. നമുക്ക് ഇഷ്ടംപോലെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. പലപ്പോഴും മടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്നേ ഉള്ളൂ. അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ വളരെയധികം, നമ്മളൊക്കെ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യും, കോൺഗ്രസ്സിന് വേണ്ടി നമ്മൾ സംസാരിക്കും. പക്ഷേ യോഗങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കാൻ നമ്മളൊരു മടി കാണിക്കുന്ന രീതിയുണ്ട്. നമ്മളിനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വനിതകളെ തട്ടിക്കൊണ്ടുപോകും മറ്റുള്ളവർ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ. അവർ പലതും പറഞ്ഞ് അവർ നേരിട്ട് രാഷ്ട്രീയം പറയാതെ നമ്മുടെ ആളുകളെ അവരുടെ പല കമ്മിറ്റികളിലേക്കും യോഗങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ തടുത്തു നിർത്തണമെങ്കിൽ വാർഡ് തലങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ കമ്മിറ്റികളും നമുക്ക് ശക്തിപ്പെടുത്തണം. ഈ യോഗം നമ്മുടെ KPCC പ്രസിഡന്റിൻ്റെ ജാഥ കഴിഞ്ഞാലുടൻ പാണ്ടിക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് വാർഡുകളിലെല്ലാം മഹിളാ കോൺഗ്രസിനെ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. വാർഡ് തലത്തിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടുവാൻ നമ്മൾ ഓരോ വാർഡിലും 2-3 ആളുകൾക്ക് ചുമതല നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിൽ മഹിളാ കോൺഗ്രസിൻ്റെ വാർഡ് തല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടി നമുക്ക് വലിയ സമ്മേളനം പാണ്ടിക്കാട് പഞ്ചായത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ നടത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ സമരം നടക്കണം. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ ജില്ലകളിലും AICC തീരുമാനിച്ചുകൊണ്ട് മുമ്പൊന്നുമില്ലാത്ത വിധം എല്ലായിടത്തും ഒരേപോലെ സമരം നടക്കണം മോഡി ഗവൺമെൻറ്റിനെതിരായി. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഈ സമരം നടക്കുന്നുണ്ട്. ഇന്നലെ കണ്ണൂരിൽ നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒരു പ്രദേശത്തെ ഒരു ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആലപ്പുഴയിൽ KPCCയുടെ മുൻ അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. നമ്മുടെ ജില്ലയിൽ പാണ്ടിക്കാട് വെച്ചാണ് ഈ പരിപാടി നടത്താൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത്. ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന നേതാവ് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരനാണ്. 14 ജില്ലയിൽ 14 നേതാക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ KPCCയുടെ പ്രസിഡന്റ് നേരിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നമ്മൾ വെള്ളവങ്ങാട് നിന്നായതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പ്രയാസമില്ലാത്തവരെ ദൂരം പോകേണ്ടതില്ല. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക കൂടി വേണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷന് എല്ലാവിധ ആശംസകളും നന്മകളും പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് കോൺഗ്രസ്. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാനായിട്ട് INDC പ്രസിഡന്റ് കുഞ്ഞുണ്ണി ക്ഷണിക്കുന്നു. പ്രിയമുള്ള വനിതാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, എൻ്റെ പെങ്ങന്മാരെ, ചേച്ചിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഈ പരിപാടി കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഒട്ടനവധി കുറേ കാലത്തേക്ക് നല്ലൊരു പരിപാടി സംഘടിപ്പിക്കണം. കാരണം മഹിളകളുടെ പരിപാടി കാണില്ല, മഹിളകളുടെ പരിപാടി ഉണ്ടാകില്ല. അതിന് നേതൃത്വം കൊടുത്ത ഉഷാക്ക് INDCയുടെ ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം എന്ത് പാർട്ടി പരിപാടി ഉണ്ടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടി ഉണ്ടെങ്കിൽ കണ്ടമാനം സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളിൽ പോകുന്നത് നമ്മുടെ ആൾക്കാണ്, നമ്മുടെ കോൺഗ്രസിൻ്റെ ആളുകളാണ് സ്ത്രീകളിൽ പോകുന്നത്, ഈ പ്രകടനത്തിൽ പോകുന്നത്. പക്ഷേ ഇന്നിവിടെ കാലം മാറി, അതിൻ്റെ നേതൃത്വം മാറിക്കൊണ്ട് നല്ലൊരു മുന്നോട്ട് പോകാൻ നമ്മൾ ഉഷാക്ക് കരുത്ത് നൽകട്ടെ ആദ്യമായി പ്രശംസിക്കുന്നു. അതുപോലെ 1-ാം തീയതി നമ്മൾ സുധാകരൻ വരികയാണ്. പാണ്ടിക്കാട് അങ്ങാടിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. ലോട്ടറിയാണ് നമ്മൾ അടിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട് അങ്ങാടിയിൽ അങ്ങനത്തെ നേതാവ് വരുന്നത്. ഇനി അങ്ങനത്തെ നേതാവുകൾ വരാനില്ല, വേറെ നേതാവ് നമുക്ക് വരാനില്ല. അതുകൊണ്ട് ആ നേതാവിനെ വരവേൽക്കാൻ നമ്മളെല്ലാം സജ്ജരായിരിക്കണം. അതുകൊണ്ട് 2 മണിക്കൂറായി മാറ്റി വെക്കുക. നമ്മളെല്ലാം 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഈ പാണ്ടിക്കാടകൾ വളരെയധികം സംഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതിന് നമ്മളായ എല്ലാവരും സന്നദ്ധരാണ്. എല്ലാ
പിന്നെ മഹിളകളും എല്ലാ ആളുകളും അതിന് മുന്നോട്ട് ഇറങ്ങണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ മഹിളകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.